Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക് സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Golden Diamonds, now in Perimba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്ന UDF ഗവൺമെന്റിന്റെ നയത്തിനെതിരെ പെൻഷൻ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പെൻഷൻ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ വില്ലേജ് ഓഫീസിലേക്ക് നടന്ന ധർണാ സമരം സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ള UDF ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ പെൻഷൻ ഏത് കാലത്താണ് വന്നത്, എത്ര പേർക്കാണ് കൊടുക്കുന്നത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ ഈ പെൻഷൻ സംബന്ധിച്ചുള്ള ഇന്ന് ഭരിക്കുന്ന കക്ഷികളുടെ നേതൃത്വത്തിന് അവർ അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഉൾപ്പെടെ എം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ടി വിശ്വനാഥൻ, PV കുഞ്ഞപ്പൻ, KK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. ഗാന്ധി മന്ദിരത്തിൽ ചേർന്ന യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. ഗാന്ധി മന്ദിരത്തിൽ ചേർന്ന യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. KK ഫൽഗുനൻ സദ്ഭാവന പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. DCC ജനറൽ സെക്രട്ടറിമാരായ VC നാരായണൻ, KK സുരേഷ് കുമാർ, M പ്രദീപ് കുമാർ, EP ശ്യാമള, KP മോഹനൻ, VM പീതാംബരൻ, ME ദാമോദരൻ നമ്പൂതിരി, പ്രിയ PV, N ഗംഗാധരൻ, പ്രശാന്ത് കോറോം, KT ഹരീഷ്, AK ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ നയത്തിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ മാടായി വില്ലേജ് ഓഫീസ് മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. CPIMന്റെ നേതൃത്വത്തിൽ മാടായി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ നടപടികളാണ് കേരളത്തിലെ UDF സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇടതു സർക്കാർ വീടുകളിൽ എത്തിച്ച സാമൂഹ്യ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പെൻഷൻ വിതരണം ദേശസാൽകൃത ബാങ്കുകൾ വഴി നടത്തുന്നതെന്നും നേരത്തെ നരേന്ദ്രമോദി സർക്കാർ പാചകവാതകത്തിന്റെ സബ്സിഡി ബാങ്ക് വഴിയാക്കിയപ്പോൾ മിക്ക ആളുകൾക്കും സബ്സിഡി തുക കിട്ടാത്ത അവസ്ഥയായിരുന്നു എന്നും ജനദ്രോഹ നയമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് K പത്മനാഭൻ പറഞ്ഞു. എങ്ങനെയാണോ പൂമ്പാറ്റ തേൻ കുടിക്കുന്നത്, പൂ അറിയില്ല, അതുപോലെ ജനങ്ങളിൽ നിന്ന് നികുതി ഞാൻ പിരിച്ചെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കേരളത്തിൽ നികുതി പിരിച്ചെടുക്കേണ്ടത്, ജനങ്ങളറിയാതെ എങ്ങനെയാണ് നികുതി പിരിച്ചെടുക്കേണ്ടത്, ജനങ്ങളറിയാതെ എങ്ങനെയാണ് ആനുകൂല്യം നിർത്തിവെക്കേണ്ടത്, ജനങ്ങളറിയാതെ എങ്ങനെയാണ് സബ്സിഡി ഇല്ലാതാക്കേണ്ടത് എന്ന നയമാണ് കേരളത്തിൽ VD സതീശൻ നടപ്പിലാക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയാണ്, നിങ്ങൾ എല്ലാവരുടെയും പെൻഷൻ അക്കൗണ്ടിൽ വരും. നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും 2011-16 കാലം, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലം. വരുൺ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P ജനാർദ്ദനൻ, KV സന്തോഷ്, ജെയ്സൺ സെബാസ്റ്റ്യൻ, M രാമചന്ദ്രൻ, R ബബിതാകുമാരി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുൻ പ്രധാനമന്ത്രിയും ആധുനിക ഭാരത ശില്പിയുമായ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം
തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവന ദിനമായി ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന സദ്ഭാവന ദിനാചരണം കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KV വിജയൻ, KP ദിനേശൻ, M രജീഷ് ബാബു, KNC ഇബ്രാഹിം, TV ആനന്ദകൃഷ്ണൻ, K ശ്രീനിവാസൻ, പ്രസാദ് ഒളവറ, V അഫ്സൽ ഹാജി, V മനോഹരൻ, അജിത് തൈക്കേൽ, PC മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി ജന്മദിനാഘോഷ ഭാഗമായി പുഷ്പാർച്ചനയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കോടികൾ ചെലവഴിച്ച് നടപ്പാക്കുന്ന ചെറുകുന്ന് പട്ടണ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതായി വ്യാപക പരാതി. ചെറുകുന്ന് കണ്ണപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെറുകുന്ന് കതിരുവെക്കുംതറ ടൗണിന്റെ നവീകരണ പദ്ധതിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. M വിജിൻ MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതിക്കായി ഫണ്ട് അനുവദിച്ചത്. നടപ്പാതയോട് ചേർന്ന് കൈവരികൾ സ്ഥാപിച്ചെങ്കിലും ടൈൽ പാകുന്ന പ്രവൃത്തി ആരംഭിച്ചതിനു ശേഷം പാതിവഴിയിൽ നിലച്ച മട്ടിലാണ്. നിർമ്മാണം പൂർത്തിയാകുന്നതിനു മുൻപ് തന്നെ പല ഭാഗങ്ങളിലും സ്ഥാപിച്ച ടൈലുകൾ പൊട്ടിപ്പൊളിയുകയും ഇളകുകയും ചെയ്തു. ടൈലുകൾ ഇളകിക്കിടക്കുന്നത് കാൽനടയാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇവിടെ ഇതിനകം തന്നെ പലതവണ അപകടങ്ങൾ പതിവായിട്ടുണ്ട്. ആവശ്യമായ ഉദ്യോഗസ്ഥ മേൽനോട്ടമില്ലാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്നും അശാസ്ത്രീയമായ രീതിയിൽ ഇട്ടതാണ് ടൈലുകൾ ഇളകാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കാണുന്നുണ്ടല്ലോ, എല്ലായിടത്തും ഗ്യാപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോപ്പിലേക്ക് കയറുന്നിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞതാണ് സിമെന്റ് ഇട്ട് കയറണം. അവർ പിന്നെ വരും, പിന്നെ ഇട്ടോളാന്ന് പറഞ്ഞു. അത് ഇതുവരെ ഇട്ടിട്ടില്ല. ആ ഗ്യാപ്പിൽ മിക്ക കുട്ടികളൊക്കെ വരുന്ന സമയത്ത് കാലിറങ്ങിപ്പോകും. അതുപോലെ തന്നെ ഇന്റർലോക്ക് ആണെങ്കിൽ ഇട്ട് 2 ദിവസം കഴിഞ്ഞോട്ട് ഇളകി വരുന്നു. ഇത് ആരുടെ? സർക്കാരിന്റെ പണമാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ സാധനങ്ങൾ കംപ്ലീറ്റ് ഇളകിപ്പോയി. അവിടെ കംപ്ലീറ്റ് ഇളകി, അതുപോലെ അപ്പുറത്തെ ഭാഗത്ത് കംപ്ലീറ്റ് ഇളകിയിട്ടുള്ളത്. ഒട്ടിക്കുന്നത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ സിമന്റും പൂവൊന്നും ചേർക്കാണ്ടാക്കിയതാണ്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുവരെ വന്ന് നോക്കിയില്ല. പലരോടും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായി, ആരും വന്ന് നോക്കിയില്ല. അങ്ങനെ അതിന്റെ അവസ്ഥയിലുള്ളത്. മനോഹരമായ ലൈറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് ടൗണിനെ കൂടുതൽ ആകർഷകമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കാൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കൃഷ്ണപിള്ള ദിനാചരണത്തിന്റെ ഭാഗമായി CPIM പേരളം സൗത്ത് കിടപ്പ് രോഗികളെ സന്ദർശിച്ച് ഓണക്കിറ്റ് നൽകി. C ബാലകൃഷ്ണൻ നേതൃത്വം നൽകി. കൃഷ്ണപിള്ള ദിനത്തിൽ CPIM പേരളം സൗത്ത് ബ്രാഞ്ചിനകത്തെ കിടപ്പ് രോഗികളെ IRPC വളണ്ടിയർമാരും പാർട്ടി പ്രവർത്തകരും സന്ദർശിച്ച് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കൂവച്ചേരിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം C ബാലകൃഷ്ണൻ നിർവഹിച്ചു. K രാജീവൻ, നളിനി ടീച്ചർ, PP ചന്ദ്രൻ, ഗംഗാധരൻ മാസ്റ്റർ, P രാഘവൻ, തങ്കമണി ടീച്ചർ, ജിജീഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. മികച്ച ബ്രാൻഡുകളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി മാസ് സൈക്കിൾസ് കരിവള്ളൂരിൽ പ്രവർത്തനം തുടങ്ങി. ജനപ്രീതി നേടിയ കാങ്കോൽ പുഞ്ചിരി സൈക്കിൾസിന്റെ സഹോദര സ്ഥാപനമാണ് മാസ് സൈക്കിൾസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൈക്കിൾ ബ്രാൻഡുകൾ ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. മാസ് സൈക്കിൾസ് കരിവള്ളൂർ ഐക്കൺ PSC കോച്ചിംഗ് സെന്ററിനു സമീപം. ഓണാഘോഷത്തോടനുബന്ധിച്ച് 20% വരെ ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. സൈക്കിൾ മേഖലയിൽ ഇതിനകം തന്നെ ഏറെ ജനപ്രീതി നേടിയ കാങ്കോൽ പുഞ്ചിരി സൈക്കിൾസിന്റെ സഹോദര സ്ഥാപനം കൂടിയാണ് മാസ് സൈക്കിൾസ്. കമ്പനികളിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് വൻ വിലക്കുറവിൽ സൈക്കിളുകൾ ലഭ്യമാണ്. ഇലക്ട്രിക് സൈക്കിൾ, ഗിയർ സൈക്കിൾ തുടങ്ങി ഏത് പ്രായക്കാർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മോഡലും തിരഞ്ഞെടുക്കാം. കൂടാതെ പ്രശസ്ത ബ്രാൻഡായ റാലി സൈക്കിളിന്റെ അംഗീകൃത ഡീലർ കൂടിയാണ് പുഞ്ചിരി മാസ് സൈക്കിൾസ്. പഴയത് മാറ്റി പുതിയത് തിരഞ്ഞെടുക്കുവാനുള്ള എക്സ്ചേഞ്ച് സൗകര്യവും ഹോം ഡെലിവറിയും ലഭ്യമാണ്. നിരവത്ത് ജൂബിലി ചിറ്റ്സ് പയ്യന്നൂർ ബ്രാഞ്ചിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും കസ്റ്റമർ മീറ്റും ദേശീയ ചിറ്റ് ഫണ്ട് ദിനത്തിൽ നടന്നു. സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവത്ത് ജൂബിലി ചിറ്റ്സ് പയ്യന്നൂർ ബ്രാഞ്ചിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും കസ്റ്റമർ മീറ്റും ദേശീയ ചിറ്റ് ഫണ്ട് ദിനത്തിൽ നടന്നു. സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ചിറ്റ് നമ്മുടെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് ഒരു അന്നൊന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അതിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ
ഒരു ചുറ്റിയിലും കൂടുമ്പോൾ അത് നമ്മുടെ പ്രതീക്ഷകളിലെ ചുറ്റി അങ്ങനെ അത് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ നേരത്തെ വിളിച്ചോ അല്ല ടോക്കൺ വന്നിട്ടോ അങ്ങനെ നമുക്കൊരു തുക കിട്ടും. നമ്മുടെ കാര്യങ്ങൾ വീട് വെക്കാനോ അല്ലെ കുടുംബത്തിൻ്റെ കാര്യങ്ങളാണോ കല്യാണമാണോ അല്ലെ കുട്ടികളെ പഠിപ്പിക്കാനാണോ എല്ലാത്തിനും പറ്റി തന്നെയാണ്. സിഇഒ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്രാഞ്ച് മാനേജർ ദിനേശൻ PV, ജനറൽ മാനേജർ ബാബു PK, രവീന്ദ്രൻ PV, KPK കുഞ്ഞികൃഷ്ണൻ, മുകുന്ദൻ TP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സീഡ് പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കണ്ടൽ പഠനയാത്ര കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി മാറി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ എടാട്ട് കണ്ടൽക്കാടുകളിലേക്കാണ് സംഘം പഠനയാത്ര നടത്തിയത്. കണ്ണൂർ കണ്ടൽ പ്രൊജക്ടും വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും സംയുക്തമായി നടത്തിയ പഠന ക്ലാസ്സിൽ കേരളത്തിൽ കാണപ്പെടുന്ന വിവിധയിനം കണ്ടലുകളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി. കേരളത്തിൽ കണ്ടുവരുന്ന 11ഓളം കണ്ടൽ ഇനങ്ങളെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും കുട്ടികൾ പഠിച്ചു. കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ നേരിട്ടറിയാൻ ബോട്ട് യാത്രയും സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ, സീഡ് കോർഡിനേറ്റർ രേഷ്മ MK, നീമായ രജനി P എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. കണ്ടൽ പ്രൊജക്ട് അസിസ്റ്റന്റ് മാനേജർ ഡോക്ടർ സനൽ C വിശ്വനാഥ്, ഫീൽഡ് അസിസ്റ്റന്റ് നവീൻ കുമാർ VK, ഫീൽഡ് ഓഫീസർ വിമൽ ലക്ഷ്മണൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ എടുത്തു. പരിസ്ഥിതിയെയും ജൈവ വൈവിധ്യത്തെയും അടുത്തറിയാൻ സഹായിച്ച ഈ യാത്ര വിദ്യാർത്ഥികൾക്ക് ഏറെ വിജ്ഞാനപ്രദവും ആവേശകരവുമായി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഓണവിപണി സജീവമായതോടെ പുത്തൻ ബാഗുകളുടെയും യാത്രാ സാമഗ്രികളുടെയും പുതിയ ശേഖരവുമായി പയ്യന്നൂരിലെ പ്രശസ്ത ബാഗ് ഷോറൂമായ ബാഗ് ബസാർ ഒരുങ്ങി. എല്ലാവിധ ബാഗുകളുടെയും പുതിയ സ്റ്റോക്ക് ബാഗ് ബസാറിൽ എത്തിക്കഴിഞ്ഞു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി പുത്തൻ ബ്രാൻഡുകളും വ്യത്യസ്ത ഡിസൈനുകളിലുമുള്ള ഉൽപ്പന്നങ്ങളുമായാണ് ഉപഭോക്താക്കൾക്കായി ബാഗ് ബസാറിൽ ഒരുക്കിയിരിക്കുന്നത്. ദീർഘദൂര യാത്രകൾക്കും കുടുംബസമേതമുള്ള യാത്രകൾക്കും അനുയോജ്യമായ ഈടുനിൽക്കുന്ന ട്രോളി ബാഗുകളുടെയും ട്രാവൽ ബാഗുകളുടെയും വിപുലമായ വെയർഹൌസ് കളക്ഷൻ, പുരുഷന്മാർക്കായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആഡംബരപൂർണവും ലളിതവുമായ വാലറ്റുകൾ, ലെതർ ബെൽറ്റുകൾ, മറ്റ് ആക്സസറികൾ, കോളേജ് സ്കൂൾ ബാഗുകൾ, ഓഫീസുകളിലേക്കും ദിവസേനയുള്ള ഉപയോഗത്തിനും അനുയോജ്യമായ ലേഡീസ് ഹാൻഡ് ബാഗുകൾ എന്നിവയുടെ പുത്തൻ സ്റ്റോക്ക് ബാഗ് ബസാറിൽ എത്തിക്കഴിഞ്ഞു. ഈ ഓണക്കാലത്ത് ആകർഷകമായ വിലക്കുറവോടെയും മികച്ച ഗുണമേന്മയോടും കൂടിയ ട്രാവൽ ഉൽപ്പന്നങ്ങളാണ് ബാഗ് ബസാറിൽ ഒരുക്കിയിരിക്കുന്നത്. പയ്യന്നൂർ ബാഗ് ബസാറിൻ്റെ ഉപഭോക്താക്കൾക്ക് ഓണാശംസകൾ നേരുന്നു. ഓണത്തിനോടനുബന്ധിച്ച് പുതിയ ഒരുപാട് ലേഡീസ് ഐറ്റംസ്, അതുപോലെ തന്നെ ഓണത്തിന് ശേഷം ട്രാവലിംഗ് ഉപയോഗിക്കാൻ പറ്റുന്ന ട്രോളികൾ, അതൊക്കെ ഒരു മിതമായ റേറ്റിൽ എന്നാൽ ക്വാളിറ്റിയോട് കൂടി തന്നെ നമ്മുടെ ബാഗ് ബസാറിൽ ലഭ്യമാണ്. ട്രാവലിംഗ് ഐറ്റംസിനൊക്കെ നല്ല ഓഫറുകളുണ്ട്, 70% വരെ ഡിസ്കൗണ്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓണം നമുക്കെല്ലാവർക്കും പൊന്നോണമാക്കണം. ബാഗ് ബസാറിനെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നിലക്ക് നിങ്ങളെല്ലാവരും ബാഗ് ബസാറിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. എല്ലാ ബാഗ് ബസാറിൻ്റെ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാൻഡ് തല കൂട്ടായ്മയുടെ ഓണസഹായ വിതരണം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. UV രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാൻഡ് തല കൂട്ടായ്മയുടെ ഓണസഹായ വിതരണ ഉദ്ഘാടനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി UV രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ആനുകൂല്യ വിതരണം നിർവഹിച്ചു. അതിനകത്തുള്ള നമ്മുടെ യൂണിയൻ മെമ്പർമാരായ തൊഴിലാളികളെയും ഇതിനകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി വരും കാലത്ത് വരും ദിവസങ്ങളിൽ സംഘർഷമാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് നേരത്തെ രാവിലെ ഔപചാരികമായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KK കൃഷ്ണൻ, KV ചന്ദ്രൻ, PV പത്മനാഭൻ, KK മഹേന്ദ്രൻ, K ഗോവിന്ദൻ, K ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയിൽ വിവിധ സ്റ്റാൻഡുകളിലായി 6,50,000 രൂപ വിതരണം ചെയ്തു. കൂടാതെ കൂട്ടായ്മയിലെ മെമ്പർമാർക്ക് ചികിത്സാ സഹായം, സാമ്പത്തിക സഹായം തുടങ്ങിയ കാര്യങ്ങളും ചെയ്തു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കോൺഗ്രസ് എസ് സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് എസ് നേതാവുമായിരുന്ന അന്തരിച്ച പയ്യന്നൂർ അത്തായി നാരായണ പൊതുവാളെ അനുസ്മരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു.
സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് എസ് നേതാവുമായിരുന്ന പയ്യന്നൂർ അത്തായി നാരായണ പൊതുവാൾ അനുസ്മരണം കോൺഗ്രസ് എസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. മുൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് പി ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പി വി ഗോവിന്ദൻ, കെ വി ദേവദാസ്, കെ പി ദിലീപ്, കെ വി ഗിരീഷ്, ടി രാജൻ, എം സുബ്രഹ്മണ്യൻ, അഷ്റഫ് പിലാത്തറ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉളിയത്ത് കടവ് IST സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെയും റോട്ടറി പയ്യന്നൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓറൽ ഹൈജീൻ ഡേ വിപുലമായി ആഘോഷിച്ചു. ഡോക്ടർ സന്തോഷ് ശ്രീധർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. ഉളിയത്ത് കടവ് ICDS സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെയും റോട്ടറി പയ്യന്നൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓറൽ ഹൈജീൻ ഡേ വിപുലമായി ആഘോഷിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പല്ലുതേക്കൽ പ്രകടനത്തോടും മാസ് ബ്രഷിംഗ് ക്യാമ്പയിനോടും കൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ഓപ്പൺ സ്റ്റേജിൽ ആരോഗ്യകരമായ പല്ലുകൾക്കായുള്ള മത്സരവും മികച്ച പുഞ്ചിരിക്കായുള്ള മത്സരവും നടന്നു. IDA കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രാഹുൽ നന്ദകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. റോട്ടറി പയ്യന്നൂർ പ്രസിഡന്റ് ഡോക്ടർ സുധാ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. IDA ഹെഡ് ഓഫീസ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് ശ്രീധർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. പയ്യന്നൂർ നഗരസഭ വാർഡ് കൗൺസിലർ സുനിത കണ്ണോത്ത് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഓറൽ ഹൈജീൻ പോസ്റ്റർ പ്രകാശനവും പ്രതിജ്ഞയെടുക്കലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. IST സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സുരേഷ് പൊതുവാൾ, IDA ഹെഡ് ഓഫീസ് സെൻട്രൽ കൗൺസിൽ അംഗവും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാനേജറുമായ ഡോക്ടർ അഹമ്മദ് ഷാഫി, റോട്ടറി പയ്യന്നൂർ സർവീസ് പ്രൊജക്ട്സ് ചെയർമാൻ ഡോക്ടർ അഡ്വക്കേറ്റ് MM ആൻഡോ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് മത്സരവിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. IDA കോസ്റ്റൽ മലബാർ CDH കൺവീനർ ഡോക്ടർ അഖിൽ A ഭാസ്കർ നന്ദി പ്രകാശിപ്പിച്ചു. ഏത് രീതിയിൽ ബ്രഷ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ക്ലാസ്സും അതോടൊപ്പം ഒരു ബ്രഷിംഗ് ഡെമോൺസ്ട്രേഷനും സംഘടിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബെസ്റ്റ് മെയിൽ കോമ്പറ്റീഷൻ, ഹെൽത്തി ടീത്ത് കോൺടെസ്റ്റ്, ഈ 2 കോമ്പറ്റീഷനും കൂടെ കുട്ടികൾക്ക് ദന്താരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുവാൻ വേണ്ടി നടത്തിയിരിക്കുകയാണ്. IDA കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഈപ്പൻ തോമസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കേരളീയ വേഷമത്സരം സംഘടിപ്പിച്ചു. പഴയ ഓർമ്മകളെ തൊട്ടുണർത്തി പരമ്പരാഗത വേഷമണിഞ്ഞെത്തിയ കുരുന്നുകൾ സദസ്സിന് കൗതുക കാഴ്ചയായി. ഓണാഘോഷവേദിയിൽ മാറ്റുരച്ച 33 കുരുന്നുകളും കേരളീയ തനിമയാർന്ന വേഷങ്ങളിലാണ് എത്തിയത്. ഓലക്കുടയും പൂക്കുടയും ഏന്തിയവരും തറ്റുടുത്തവരുമായ പെൺകുട്ടികളും കസവും മുണ്ടും ഷർട്ടും ധരിച്ച ആൺകുട്ടികളും വേദിക്ക് മിഴിവേകി. ഹവായ് ചെരുപ്പ് ധരിച്ച് മുണ്ടുടുത്ത് പങ്കെടുത്ത കുട്ടികളുടെ വേഷം കാണികളിൽ നൊസ്റ്റാൾജിയ പടർത്തി. ആദ്യമായി റാമ്പിൽ കയറിയതിന്റെ ചെറിയ ആശങ്ക ചില കുട്ടികളിൽ പ്രകടമായിരുന്നുവെങ്കിലും മറ്റു ചിലർ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മത്സരവേദിയിൽ തിളങ്ങിയത്. മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഋത്യ രജീഷ് 1ാം സ്ഥാനവും PV ശിവാനി 2ാം സ്ഥാനവും നേടി. ആൺകുട്ടികളിൽ PV ഫലഹ് 1ാമതെത്തിയപ്പോൾ S ത്രയാൻ 2ാം സ്ഥാനം കരസ്ഥമാക്കി. പ്രീ പ്രൈമറി വിഭാഗം ഹാളിൽ രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് 10 ഇനം നാടൻ പൂക്കൾ ഉപയോഗിച്ച് വർണ്ണപ്പൂക്കളവും തീർത്തു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി താരജോഡികൾ, സെൽഫി മത്സരം ഉൾപ്പെടെ 8 ഇനങ്ങളിൽ മത്സരങ്ങളും നടന്നു. പരിപാടിയുടെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും സംഘടിപ്പിച്ചു. ആദ്യാവസാനം മാവേലിയുടെ സാന്നിധ്യവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പ്രീ പ്രൈമറി PTA പ്രസിഡന്റ് ഷിബു സൈൻ, മദർ PTA പ്രസിഡന്റ് അഞ്ജലി സന്ദീപ്, അധ്യാപകരായ K ജയശ്രീ, PP രജിത എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് 2ാം ഘട്ട ക്യാൻസർ മുക്ത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള കോർ കമ്മിറ്റി ബോധവൽക്കരണ ക്ലാസ് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലബാർ ക്യാൻസർ സെന്ററിലെ പ്രമുഖ ഡോക്ടർമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി രോഗമുക്തി നേടുക, ക്യാൻസർ രോഗം തടയാൻ ആവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, ക്യാൻസർ രോഗം ബാധിച്ചവർക്ക് ശരിയായ പരിചരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ക്യാൻസർ മുക്ത ഗ്രാമം പദ്ധതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട പദ്ധതിയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെൻഷൻ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു.
സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് ഒഴിവാക്കാൻ UDF സർക്കാർ നീക്കം നടത്തുകയാണെന്ന് പെൻഷൻ ഗുണഭോക്താക്കൾ ആരോപിച്ചു. നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് പെൻഷൻ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ എപ്പോൾ കിട്ടും, എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ആ നിലയിലേക്ക് ഈ പെൻഷനെ ആകെ അവതാളത്തിലാക്കുന്ന ഒരു സമീപനം ഉമ്മൻചാണ്ടി സ്വീകരിച്ചപ്പോഴാണ് ഒന്നാമത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം കൊടുത്തു. തങ്ങൾ അധികാരത്തിൽ വന്നാൽ 1000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കും. 1000 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് തരും. അതിനുള്ള സംവിധാനം നമ്മൾക്കാക്കും. അത് 1000 1600 ആക്കി 2000 ആക്കിയിട്ടാണ് പിണറായി 10 വർഷത്തെ ഭരണത്തിനുള്ളിൽ 2000 ആക്കിയിട്ടാണ് ഈ ഭരണം വിട്ടൊഴിഞ്ഞത്. TV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M രാമചന്ദ്രൻ, P സനൽ, TP ഉഷ, VV സുരേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഓണപ്പൂക്കളത്തിൽ ഒരു കാലത്തെ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായിരുന്നു മഞ്ഞ നിറത്തിലുള്ള കുഞ്ഞുപൂക്കളുമായി തല ഉയർത്തി നിൽക്കുന്ന മുക്കുറ്റി. പഴയകാല ഓണാചാരങ്ങളുടെ ലാളിത്യം ഓർമ്മിപ്പിക്കുന്ന മുക്കുറ്റി ഇന്നും അത്തപ്പൂക്കളത്തിന്റെ മനോഹരമായൊരു അടയാളമായി തുടരുകയാണ്. തുമ്പ, മുക്കുറ്റി, കണ്ണാന്തളി തുടങ്ങിയ നാടൻ പൂക്കൾ കൊണ്ടുണ്ടാക്കുന്ന പഴയകാല അത്തപ്പൂക്കളത്തിന്റെ ഓർമ്മകൾ ഇന്നും മുക്കുറ്റിയിലൂടെ മലയാളികളുടെ മനസ്സിൽ നിറയുന്നു. അത്തം മുതൽ തിരുവോണം വരെ പൂക്കളമൊരുക്കുന്ന പാരമ്പര്യത്തിൽ മുക്കുറ്റിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ചില പ്രദേശങ്ങളിൽ ആദ്യ ദിനം തന്നെ മഞ്ഞപ്പൂക്കളായ മുക്കുറ്റിയും കോളാമ്പിയും ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നുവെന്ന് കേരള ടൂറിസത്തിന്റെ ഓണാചാര വിവരണത്തിലും പറയുന്നു. ചോതിനാളിലെ പൂക്കളത്തിൽ മുക്കുറ്റിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന വിശ്വാസവും ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നു. പറമ്പുകളിലും വഴിയോരങ്ങളിലും സ്വാഭാവികമായി വളർന്നിരുന്ന മുക്കുറ്റി തേടി കുട്ടികൾ പൂക്കൂടയുമായി നടന്നിരുന്ന കാലം ഓണത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകളുടെ ഭാഗമാണ്. വിപണിയിൽ നിന്നെത്തുന്ന ജമന്തിയും ചെണ്ടുമല്ലിയും ഇന്ന് പൂക്കളങ്ങളിൽ നിറയുമ്പോഴും മുക്കുറ്റിയുടെ നാടൻ സൗന്ദര്യത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നബിദിന ആഘോഷ ഭാഗമായി ആയിരങ്ങൾക്ക് ചായയും കാപ്പിയും ലഘുപലഹാരങ്ങളും വിതരണം ചെയ്ത് ഐറ്റിയിലെ ഒരു കൂട്ടം യുവാക്കൾ നാട്ടുകാർക്ക് മാത്രമല്ല പടന്ന വെള്ളാപ്പ് തീരദേശ പാതയിലെ മുഴുവൻ വാഹനയാത്രക്കാർക്കും പലഹാരങ്ങളും ചായയും നൽകി വരുന്നുണ്ട്. നബിദിനം വരെ നീളുന്ന ദിവസങ്ങളിൽ ലഘുപലഹാരങ്ങളും പാനീയങ്ങളും നൽകാൻ ഐറ്റിയിലെ ഒരു കൂട്ടം യുവാക്കളാണ് തീരുമാനിച്ചത്. വൈകുന്നേരം മൗലീദ് പാരായണം കഴിഞ്ഞ ഉടനാണ് ചായയും കാപ്പിയും ലഘുപലഹാരങ്ങളും വിതരണം ചെയ്തു വരുന്നത്. രാത്രി 7:30 മുതൽ 9:30 വരെ ഐറ്റി ജുമാ മസ്ജിദിന് സമീപം പാതയോരത്തൊഴുക്കിയ പ്രത്യേക കൗണ്ടറിൽ നിന്നാണ് വിതരണം. ഇതിനായി 50ലധികം വോളണ്ടിയർമാരും സജ്ജമായുണ്ട്. ഏതാണ്ട് 1500 മുതൽ 2000 വരെ പേർക്ക് ചായയും കാപ്പിയും പലഹാരങ്ങളും ജ്യൂസും ഈ കൂട്ടായ്മ വിതരണം ചെയ്തു വരുന്നുണ്ട്. പ്രദേശത്തുള്ളവർക്ക് പുറമെ വാഹനയാത്രക്കാരും മറ്റു പ്രദേശങ്ങളിലുള്ളവരും ചായയും ലഘുഭക്ഷണവും കഴിക്കാനെത്തുന്നു. ഓഗസ്റ്റ് 21 കപ്പ ബിരിയാണിയാണ് വിതരണം ചെയ്യുക. ഓഗസ്റ്റ് 25 രാത്രി ഫ്രൈഡ് ചിക്കൻ നൽകാനുള്ള ഒരുക്കങ്ങളിലാണെന്ന് സംഘാടകർ പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ഒരു പറ്റം യുവാക്കൾ ചേർന്നുകൊണ്ട് തിരുസ്നേഹ സൽക്കാരം എന്ന പരിപാടി റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ വിവിധ കടികളുടെ ചേർത്തുകൊണ്ട് ദിവസേന 1500 2000 പേർക്ക് വേണ്ടി ഞങ്ങളിവിടെ സൽക്കരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാകായിക പരിപാടികളോടെ നടന്ന ഓണാഘോഷ പരിപാടികൾ ലസാറോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലസാറോ 126 ലസാരോസ് ലൗഡസ്റ്റ് ട്രഡീഷൻ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഓണാഘോഷത്തിൽ സജീവമായി പങ്കെടുത്തു. അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ പരിപാടികളിലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ നമ്മുടെ ബഹുമാനായ പ്രിൻസിപ്പൽ നയന, CEO ദേവകി മേനോൻ, പ്രിയപ്പെട്ട നീടെ മറ്റൊരു കളർഫുൾ പ്രോഗ്രാം കൂടി ഓണം പ്രോഗ്രാമായിട്ട് ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. നമ്മൾ പതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ അക്കാദമി കുറേ കൂടെ കളർഫുള്ളായിട്ടാണ് ഈ വർഷം ഓണം ആഘോഷിക്കുന്നത്. ഓരോ വർഷവും നമ്മുടെ പ്രോഗ്രാമുകൾ കൂടുതൽ കളർഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം അതിനേക്കാൾ ഗംഭീരമായിട്ട് നമ്മുടെ അക്കാദമിയോട് ചേർന്ന് നമ്മൾ ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്ത് മനോഹരമായ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് ഓണത്തിൻ്റെ ആ ഒരു വൈബ്. പ്രിൻസിപ്പൽ നയന P അധ്യക്ഷത വഹിച്ചു. അങ്കിത രാജ് സ്വാഗതം പറഞ്ഞു. അക്കാദമി CEO ദേവകി മേനോൻ, അക്കാദമി ഡയറക്ടർ രമ്യ ജോസഫ്, വിവിധ വകുപ്പ് മേധാവികളായ
അഫീദ KT, അഞ്ജലി KV, അഫേസ് T തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പൂക്കള മത്സരം, ഉറിയടി, കമ്പവലി, ചെണ്ടമേളം തുടങ്ങിയ പരമ്പരാഗത ഓണക്കളികളും സംഘടിപ്പിച്ചു. സ്വാതി M നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വഴുതിന കൃഷിയിൽ വിജയഗാഥ രചിച്ച് കൊടക്കാട് വലിയ പൊയിലിലെ പാവൂർ പ്രദീപൻ. 400 ചെടി നട്ട പ്രദീപന് 2 മാസം കൊണ്ട് നേടിയത് 16,000 രൂപ. വഴുതന കൃഷിയിൽ വിജയഗാഥ രചിച്ച് കൊടക്കാട് വലിയ പൊയിലിലെ പാവൂർ പ്രദീപൻ. 400 ചെടി നട്ട പ്രദീപൻ 2 മാസം കൊണ്ട് നേടിയത് 16,000 രൂപ. ഈ കൃഷിക്ക് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. എങ്കിലും എല്ലായ്പ്പോഴും കരുതൽ വേണം താനും. പുത്തൂർ നാടൻ വഴുതിനിയാണ്. നമ്മൾ ബുക്കിന്ന് കണ്ടോത്ത് റോഡ് സൈഡിൽ സ്റ്റാളിൽ ഞാനിപ്പോൾ ഇത് എല്ലാ വർഷവും നടന്നുണ്ട്. ഇപ്രാവശ്യം 400 തൈ നട്ടു. 400 തൈ നട്ടിൽ ഇപ്പോൾ ഒരു 2 കിൻഡിന് മേലെ മൈനിങ് പറിച്ചു. 4 മാസമായി നട്ടിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിളവെടുപ്പ് തുടങ്ങി. ഇനി 3 മാസം കൂടി വിളവെടുക്കാം. ഭാര്യയും സഹായത്തിനുണ്ട്. 1 പതിറ്റാണ്ടിലേറെയായി പ്രദീപൻ പുത്തൂർ വഴുതിന കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. കണ്ടോത്ത് സ്വന്തമായി വഴിയോര കച്ചവടമുള്ളതിനാൽ വിൽപ്പനയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ഒരു വീട്ടിൽ ഒരു ജോലി എന്ന ലക്ഷ്യവുമായി കാങ്കോൽ ഫാസ്റ്റ് അക്കാദമി. വിവിധ ജില്ലകളിൽ നിന്നായി 60-ലേറെ യുവാക്കളും രാജ്യരക്ഷാ സേനകളിലേക്ക് ഇവിടെ നിന്ന് സൗജന്യമായി പരിശീലനം നേടുന്നു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ഒരു വീട്ടിൽ ഒരു ജോലി എന്ന ലക്ഷ്യവുമായി കാങ്കോൽ ഫാസ്റ്റ് അക്കാദമി. അഗ്നിവീർ എഴുത്തുപരീക്ഷ പാസ്സായ 60-ലേറെ യുവാക്കളാണ് വിവിധ ജില്ലകളിൽ നിന്നായി ഇവിടെ നിന്ന് സൗജന്യമായി പരിശീലനം നേടുന്നത്. കൂടാതെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് 20ഓളം യുവതികളും പരിശീലനം നടത്തുന്നു. കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിലാണ് പരിശീലനം. കരുണാകരൻ മാസ്റ്ററുടെയും അഖിൽദാസിന്റെയും നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. കഴിഞ്ഞൊരു 8 കൊല്ലത്തിൻ്റെ അടുത്തായി ഞാനിവിടെ വർക്കൗട്ട് കൊടുക്കുന്നത്. നിരവധി ആദ്യകാലങ്ങളിൽ ഫിസിക്കൽ ടെസ്റ്റിന് വരുന്നവരായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നവർ നമ്മൾ നിരവധി ആൾക്കാർ പാസ്സാവുന്നത് കണ്ടതോടെ കൂടുതൽ ദൂരദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തുന്നത്. ഇപ്പോൾ ഇക്കൊല്ലം കോഴിക്കോട് നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ റൂം എടുത്ത് വന്ന് താമസിച്ച് വിവിധ തസ്തികയിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നുണ്ട്. പ്രതിബന്ധങ്ങൾ എത്ര വലുതാണെങ്കിലും തളരാതെ പോരാടിയാൽ വിജയം ഉറപ്പാണെന്നാണ് ഇവർ ഓർമ്മിപ്പിക്കുന്നത്. ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ പ്രസിഡന്റായും കായികാധ്യാപകൻ A കരുണാകരൻ മാസ്റ്റർ സെക്രട്ടറിയുമായുള്ള ഭരണസമിതിയാണ് ഇപ്പോൾ ഫാസ്റ്റ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ സദ്ഭാവനാ ദിനം കോറോം നോർത്തിൽ ആചരിച്ചു. DCC സെക്രട്ടറി P ലളിത ഉദ്ഘാടനം ചെയ്തു. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ സദ്ഭാവനാ ദിനം പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം DCC സെക്രട്ടറി P ലളിത ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. കച്ചേരി രമേശൻ, പുഷ്പ തറമ്മൽ, രജനി രമേശൻ, K പ്രേമൻ, കുഞ്ഞുവീട് നാരായണൻ, K രമേശൻ, K രാജീവൻ, TV ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KC കുഞ്ഞാപ്പു മാസ്റ്റർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. കാങ്കോൽ ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടി ഡോക്ടർ നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. KC കുഞ്ഞാപ്പു മാസ്റ്റർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ P കൃഷ്ണപിള്ളിയെയും ഫിഡൽ കാസ്ട്രോയെയും അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. കാങ്കോൽ ടൗൺ സ്ക്വയറിൽ SFI മുൻ ദേശീയ നേതാവും JNU മുൻ വിദ്യാർത്ഥിയുമായ ഡോക്ടർ നിതീഷ് നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അത് മുഴുവൻ ഞാൻ ആ പ്രവർത്തനത്തിന് എന്റെ നാടിന് വേണ്ടിയിട്ട് ഞാൻ നൽകുകയാണ്. ഈ നാട് പരാജയപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചാലാടൻ ജനാർദ്ദൻ എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബാങ്കിൽ പോകുന്നതും ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാരനോട് പറയുന്നതും. P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P ഗണേശൻ, PV പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ റെയിൽവേ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്റ്റേഷൻ മാനേജർ രമേഷ് കുമാർ C ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ജീവനക്കാരുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്റ്റേഷൻ മാനേജർ രമേഷ് കുമാർ P ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേഷൻ സൂപ്രണ്ട് പ്രവീൺ കുമാർ, പ്രമോദ് C, സന്തോഷ് C തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിര, കമ്പവലി തുടങ്ങിയ വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടുകൂടി നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.